ആരെയാണ് നിനക്ക് ഹീറോ ആയിട്ട് തോന്നുന്നത്? ഹീറോ ആയിട്ട് എനിക്ക് തോന്നിയത് താഷിനെയാണ്. താഷി വാ. ആരെയാ വില്ലനായിട്ട് തോന്നുന്നത്? വില്ലനായിട്ട് തോന്നുന്നത് ലൊലീറ്റ. യെസ്, കം ഓൺ. താഷിക്കപ്പോ കൂളിംഗ് ഗ്ലാസ് ഇട്ട് കൊടുത്തു, ലൊലീറ്റയ്ക്ക് ഒരു മറുകിട്ട് കൊടുക്കാം. എടാ ഇത് മറ്റേ ക്യൂട്ട്നെസിന്റെ അല്ലടാ ഇവിടെ. ഇവൾക്ക് മറുക് ഇങ്ങനെ കിട്ടരുത്. ഇവളുടെ ഗെയിം ഇങ്ങനെ നിന്ന് പോണം. ഹൗസിലേക്ക് പോരുത്, ഇവിടെ തന്നെ നിന്ന് പോണം. ഇല്ല കണ്ണ്. നമുക്കപ്പോ എന്തുകൊണ്ടാണ് താഷി ഹീറോ? താഷിനെ പറയാനായിട്ട് കാര്യം, താഷി എല്ലാ ഗെയിമിന്റെ സെൻസിലെടുക്കും. അവന് അറിയാം ആ ഗെയിമിൽ എന്ത് കൊടുത്താലാണ് ആ ഗെയിമിൽ നമ്മുടെ ടീം വിജയിക്കുക, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയാലും അവൻ എങ്ങനെ വിജയിക്കുക. പിന്നെ ആൾക്കൊരു സ്വാഗ് ഉണ്ട്. പിന്നെ ലൊലീറ്റനെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൊലീറ്റ പലരുടെയും ഗെയിമിനെ സ്വാധീനിക്കുന്നുണ്ട്. രാകേഷേന്റെ ആയാലും ഷിജുലാലിന്റെ ആയാലും. ടാസ്കുകൾ വരാണെങ്കിൽ എപ്പോഴും രാകേഷേനെ പിടിക്കാൻ ചാൻസ് ഉണ്ട് പുള്ളിക്കാർക്ക്. ഒരു അനീതി കുട്ടി ലൈക്ക് ആ ഒരു ക്യൂട്ട്നെസ് അതൊക്കെ കൊടുത്തുകൊണ്ട് രാകേഷേനെ പിടിച്ച് അവിടെ ഒരു സേഫ് ഗെയിം കളിക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ജഡ്ജസ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹീറോ ആവാൻ കാര്യം എന്താന്നാ പറഞ്ഞ? സ്വാഗും നല്ല രീതിയിൽ ഗെയിം കളിക്കും. അതാണോ ബിഗ് ബോസിന് വേണ്ടത്? അല്ല, സ്വാഗിൽ എന്താ കാര്യം ബിഗ് ബോസിൽ? പുള്ളിക്ക് പുള്ളിയുടേതായിട്ടൊരു താഷിയെ കുറിച്ച് പറഞ്ഞ എന്താന്ന് ഓർമ്മയുണ്ടോ? എന്താ പറഞ്ഞോ? ഞാൻ ചോദിച്ചത്. സെൽഫിഷ് ആവേണ്ട സമയത്ത് നമ്മൾ സെൽഫിഷ് ആവണം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാം കൊടുത്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഹീറോ ആവുമല്ലോ ഇപ്പൊ അല്ലേ? ഈ ലൊലീറ്റ ഗ്രൂപ്പിസം കളിക്കുവാണെന്ന് പറഞ്ഞേ, അതാണോ ഉദ്ദേശിച്ചത്? ലൊലീറ്റന് എപ്പോഴും 2 ചോയ്സസ് ആണുള്ളത്, രാകേഷ് ആൻഡ് ഷിജുലാൽ. അറ്റ് ദിസ് ടൈം യുവേഴ്സ് ഇസ് ഓൾസോ വെരി പ്രിഡിക്റ്റബിൾ. കാരണം ശ്യാം ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ശ്യാമിന്റെ ഹീറോ തഷിയും ശ്യാമിന്റെ വില്ലൻ ലൊലീറ്റ ആയിരുന്നു. ബിക്കോസ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആ ടാസ്കിൽ സെയിം പാറ്റേൺ കണ്ടു, സെയിം പാറ്റേൺ യു റിപ്പീറ്റഡ്. സോ ബാക്കിയുള്ളവർക്കുള്ള പാറ്റേൺ ശ്യാമിനും ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ആളിലോട്ട് പോവാം. താഷിക്ക് മാത്രം സ്റ്റേ ചെയ്യാം, ബാക്കിയുള്ളവർക്ക് ബാക്ക് ടു സീറ്റ്. ഓക്കെ, താഷി. എനിക്കങ്ങനെ ഇവിടെ ഹീറോ മെറ്റീരിയൽ ആരെയും കണ്ടില്ല. പക്ഷെ ഹീറോ കൊടുക്കുവാണെങ്കിൽ ഷാമോൻ ചേട്ടൻ കൊടുക്കാം. ഷാമോൻ ചേട്ടനാണ് താഷിയുടെ ഹീറോ. ആൻഡ് വില്ലൻ സോന റെഡി ആയിട്ട് ഇരുന്നാന്ന് തോന്നുന്നു. അപ്പൊ ഒരു നല്ല കാര്യമാണ് വില്ലൻ. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഹീറോനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന്റെ ഒരു പരിപാടി ഇതുവരായിട്ടും വിട്ട് കളഞ്ഞു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ പുള്ളിക്കാരന് ഇത് ഭയങ്കരമായിട്ട് വിൻ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് പുള്ളിക്കാരൻ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ആൾക്കാരെ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ അപ്പോ പുള്ളിക്കാരന് ഇവിടെ വന്നതിന് ശേഷം കുറച്ച് ഗ്രോ ആയിട്ടുള്ളതാണെങ്കിൽ എനിക്ക് തോന്നി. വേറെ ആരും അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഗ്രോത്ത് കാണിച്ചാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ പുള്ളിക്കാരനാണ് ഹീറോ. പക്ഷെ നമ്മുടെ എൽദോ പറഞ്ഞത് പുള്ളി ഒരു ബിലോ ആവറേജ് ആരെന്നാണ്. അങ്ങനെ ഒരു പുള്ളിക്കാരന്റെ തെറ്റിദ്ധാരണയാണ്. ഞാൻ ഒട്ടും യോജിക്കുന്നില്ല പുള്ളിക്കാരൻ പറഞ്ഞ പോയിന്റിൽ. നിങ്ങൾ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്താൽ ആരാ ഹീറോ? അത് ഞാൻ തന്നെ ഹീറോ. പിന്നെ നമ്മുടെ സോനയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ സോന സെയിം മീറ്റർ ആണ് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുക. ഏത് മീറ്റർ? അത് ബഹളം വെക്കുക, തമ്മിൽ തല്ലിക്കുക. എല്ലാവരും ശ്രമിക്കുന്നുണ്ട് സോനയുടെ സൈഡിൽ നിന്ന് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. സോന അത് മനസ്സിലാക്കാത്തതാണോ, ഗെയിം പ്ലാൻ ആണോ, അതോ അത് ബൈ നേച്ചർ ആണോ എന്നുള്ളത്? ബൈ നേച്ചർ ആണോ എന്ന് ലെറ്റ് മീ കംപ്ലീറ്റ്. ബൈ നേച്ചർ ആണോ എന്ന് സോനയ്ക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായോ. എനിക്ക് മനസ്സിലായത് ബൈ നേച്ചർ ആണെന്നാണ് എനിക്ക്. അപ്പൊ അത് മാറ്റാൻ പറ്റില്ല. ഇല്ല, മാറ്റാൻ. അതുകൊണ്ടാണ് വില്ലത്തി. അല്ലെങ്കിൽ അത് റിയൽ ആണ്. നമുക്ക് വേണ്ടത് റിയൽ കഥാപാത്രങ്ങളെയാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ സോനയ്ക്ക് അതിന്റെ ഒരു സ്പേസ് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇവിടെ. Which means it worked.